തെലുങ്കിലെ ഇത്തവണത്തെ സംക്രാന്തി റിലീസുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നന്ദമൂരി ബാലകൃഷ്ണൻ നായകനാവുന്ന ഡാക്കു മഹാരാജ്. ബോബി കൊല്ലി സംവിധാനം ചെയ്യുന്ന ചിത്രം പീരീഡ് ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ്. ജനുവരി 12-ന് തിയേറ്ററുകളിൽ എത്താനൊരുങ്ങുന്ന ചിത്രത്തിലെ ഒരു ഗാനം കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിരുന്നു. ചിത്രം പുറത്തിറങ്ങാൻ 9 ദിവസം ശേഷിക്കെ ഈ ഗാനം സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം ക്ഷണിച്ചു വരുത്തുകയാണ്. ഗാനത്തിന്റെ നൃത്തരംഗങ്ങളാണ് വിമർശിക്കപ്പെടുന്നത്. നന്ദമൂരി ബാലകൃഷ്ണയും ബോളിവുഡ് താരം ഉർവശി റൌട്ടേലയുമാണ് പുറത്തെത്തിയ നൃത്തരംഗത്തിലുള്ളത്. ബാലയ്യയുടെ സ്റ്റെപ്പുകളാണ് സോഷ്യൽ മീഡിയയിൽ വിമർശനം ഏറ്റുവാങ്ങുന്നത്. അനുചിതമായ സ്റ്റെപ്പുകളെന്നും സ്ത്രീയെ അപമാനിക്കും വിധമുള്ള ചുവടുകളുമെന്നുമൊക്കെയാണ് വിമർശനങ്ങൾ കനക്കുന്നത്. ശേഖർ മാസ്റ്ററാണ് ചിത്രത്തിന്റെ നൃത്ത സംവിധായകൻ. ഈ സ്റ്റെപ്പുകൾ സൃഷ്ടിച്ചതിന്റെ പേരിൽ നൃത്ത സംവിധായകനെതിരെയും വിമർശനമുയരുന്നുണ്ട്. തമന്നസ് ആണ് സംഗീത സംവിധാനം. അതേസമയം ഗാനം യൂട്യൂബിൽ ഇതിനകം 2 മില്യണിലേറെ കാഴ്ചകൾ നേടിയിട്ടുണ്ട്. ഇപ്പോഴിതാ ചിത്രത്തിലെ ഈ വിവാദ നൃത്തരംഗം എങ്ങനെയുണ്ടായി എന്ന് രസകരമായി അവതരിപ്പിക്കുന്ന റീൽസ് വീഡിയോ വൈറലാകുന്നു. വസ്ത്രങ്ങൾ അലക്കുന്ന ആക്ഷനുകളിൽ നിന്നാണ് ഈ ഡാൻസ് ഉണ്ടാക്കിയതെന്നാണ് വരുൺ എന്ന ഇൻഫ്ലുവൻസർ ചെയ്ത റീൽസിൽ കാണിക്കുന്നത്. ഇതിനകം വൻ ഹിറ്റാണ് ഈ റീൽ. അതേസമയം പവർ, സർദാർ ഗബ്ബർ സിംഗ്, വാൾട്ടർ വീരയ്യ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകനാണ് KS രവീന്ദ്ര എന്ന ബോബി കൊല്ലി. നന്ദമൂരി ബാലകൃഷ്ണയുടെ കരിയറിലെ 109-ാം ചിത്രമാണിത്. ബോബി ഡിയോളാണ് ചിത്രത്തിലെ പ്രതിനായക കഥാപാത്രമായി എത്തുന്നത്. അനിമലിലെ വില്ലൻ വേഷം ഹിറ്റായതിനു ശേഷം ബോബിക്ക് അത്തരം നിരവധി കഥാപാത്രങ്ങൾ ലഭിക്കുന്നുണ്ട്. ശ്രദ്ധ ശ്രീനാഥ്, പ്രഗ്യ ജയ്സാൾ, ചാന്ദിനി ചൗധരി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അതേസമയം ചിത്രത്തിൽ ദുൽഖർ സൽമാൻ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുവെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ ടീസറിൽ ദുൽഖറിന്റെ സാന്നിധ്യമില്ല. ചിത്രത്തിൽ സർപ്രൈസായി എത്തിക്കാനാണോ ആ വേഷം എന്നതാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്.